ഒരു കുടുംബത്തിലെ 4 പേർ, കുട്ടികളടക്കമുള്ള 4 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. കണ്ണൂരിൽ നിന്ന് വന്ന ഒരു വാർത്തയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നാട് മുഴുവൻ ഈ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ്. എന്താണ് സംഭവമെന്ന് തിരിച്ചറിയാതെ എല്ലാവരും അങ്കലാപ്പിലായി. ഇപ്പോൾ ആ ദുരൂഹതയെല്ലാം പാടെ ചുരുളഴിഞ്ഞു വരികയാണെങ്കിൽ പോലും എല്ലാവർക്കും ആ വേദന മറികടക്കാനാകുന്നില്ല. ആ കുടുംബത്തിന് ആ കുഞ്ഞുങ്ങളെ കാണുമ്പോഴൊക്കെ തന്നെ വിഷമമാണ് ഇപ്പോൾ അവിടെയുള്ള നാട്ടുകാർക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മരണം. ശരിക്കും പറഞ്ഞാൽ ദുരൂഹ സാഹചര്യമെന്നും വെറുതെ പറഞ്ഞാൽ പോരാ. രാമന്തളിയിൽ 2 കുഞ്ഞുങ്ങളടക്കം കുടുംബത്തിൽ 4 പേരുടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം. കുടുംബ പ്രശ്നത്തിലെ കോടതി വിധിക്ക് പിന്നാലെയാണ് ഈ സംഭവം. രാമന്തളി സെന്റിൽ വടക്കുംപാട് റോഡിൽ കോയിത്തട്ട താഴേത്തെ വീട്ടിൽ കലാധരൻ, മാതാവ് ഉഷ, കലാധരന്റെ മക്കളായ ഹിമ, കണ്ണൻ എന്നിവരാണ് മരിച്ചത്. കലാധരന് 36 വയസ്സും മാതാവ് ഉഷയ്ക്ക് 56 വയസ്സുമാണ്. മക്കളായ ഹിമയ്ക്ക് 6 വയസ്സും കണ്ണന് 2 വയസ്സുമാണ്. ഉഷയും കലാധരനെയും കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലും കുഞ്ഞുങ്ങളെ നിലത്തു മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഭാര്യ കലാധരനും തമ്മിൽ കുടുംബക്കേസും കോടതിയും നിലവിലുണ്ട്. കുട്ടികളെ ഭാര്യയ്ക്കൊപ്പം വിടാൻ കോടതി വിധിച്ചിരുന്നു. ഇതാകാം മരണകാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് തന്നെ ഇപ്പോൾ പറയുകയും ഉണ്ടായി. കുഞ്ഞുങ്ങൾക്ക് വിഷം കൊടുത്ത് 2 പേരും തൂങ്ങിയതാകാമെന്ന പ്രാഥമിക നിഗമനവുമുണ്ട്. ഉഷയുടെ ഭർത്താവ് പയ്യന്നൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവർ AK ഉണ്ണികൃഷ്ണൻ ജോലി കഴിഞ്ഞ് രാത്രി 9-ന് വീടെത്തിയപ്പോൾ വീട് പൂട്ടിയതായി കണ്ടു. കുറെ വിളിച്ചെങ്കിലും മറുപടി ഉണ്ടായില്ല. സിറ്റൌട്ടിൽ കണ്ടെത്തിയ ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ണികൃഷ്ണൻ ഉടൻ പോലീസ് സ്റ്റേഷനിലെത്തി കൈമാറുകയും ചെയ്തു. പോലീസ് എത്തിയാണ് വാതിൽ തുറന്നത്. പാചകത്തൊഴിലാളിയായിരുന്നു കലാധരൻ. കോടതി വിധിയെ തുടർന്ന് കുട്ടികളെ ഉടൻ വിട്ടുകൊടുക്കണമെന്ന ആവശ്യം ഭാര്യ വീട്ടുകാർ പോലീസിൽ സമീപിച്ചിരുന്നു. ഇന്നലെ രാത്രി ഉണ്ണികൃഷ്ണൻ ഫോണിൽ വിളിച്ച് പോലീസ് കുട്ടികളെ ഇന്ന് വിട്ടുകൊടുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ ഇന്ന് വിട്ടുകൊടുക്കണമെന്നുള്ള വേദനയായിരിക്കാം ഒരുപക്ഷെ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. ഒരു നിമിഷത്തെ ചിന്ത, കുട്ടികളെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത, കുട്ടികളില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു ചിന്ത. ഇവിടെ നിന്ന് താൻ മരിച്ചാലും കുട്ടികളെ കൊണ്ടുപോകും. അവരെല്ലാവരും കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതാ മനസ്സിനുള്ള വേദന. അതായിരിക്കാം ഒരുപക്ഷെ ആത്മഹത്യയിലൊക്കെ ഇവരെ പ്രേരിപ്പിച്ചത്. എന്താണ് എന്നറിയില്ല. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇത്രയും വിചിത്രമായി ആത്മഹത്യ എന്നൊരു സങ്കല്പത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ കൂടി വരികയാണ് എന്ന് പറയാം. പണ്ട് കാലങ്ങളിലൊന്നും തന്നെ ഇത്രയും ആത്മഹത്യാ പ്രവണത ഇല്ലായിരുന്നു എന്ന് തന്നെ വേണം പറയാൻ. ഇപ്പോൾ എന്ത് സംഭവിച്ചാലും ജീവൻ അവസാനിപ്പിക്കുക, ഇതല്ലാതെ മറ്റൊന്നും ആരുടെ മുമ്പിലും ഇല്ല എന്ന് വേണം എടുത്തു പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഒരു നാടിനെ തന്നെ നടുക്കിയിരിക്കുന്നു. ആ കുട്ടികളുടെ മരണമാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും വേദനിപ്പിച്ചത്. എങ്ങനെയാണ് സ്വന്തം മക്കളെ അങ്ങനെ കൊല്ലാൻ സാധിക്കുക? അങ്ങനെ ഒരിക്കലും ഒരു അച്ഛന് സാധിക്കില്ല. പക്ഷെ മനസ്സിൻ്റെ ഏതോ സമയത്തുള്ള വിഭ്രാന്തി, അതുതന്നെ ആയിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടത് ചെയ്യിപ്പിച്ചത്. ആത്മഹത്യക്കുറിപ്പ് കണ്ടതും ശരിക്കും പറഞ്ഞാൽ ഞെട്ടലായിരുന്നു. വീട് തുറക്കണമോ പോലീസിനെ അറിയിക്കണമോ എന്നറിയാതെ അങ്കലാപ്പിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ. അവസാനം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഏകമാർഗം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.